ഛത്തീസ്ഗഡിലെ ദുർഗിൽ ബജ്രംഗ് ദൾ പ്രവർത്തകര് രണ്ട് മലയാളി കന്യാസ്ത്രീകളെ ആൾക്കൂട്ട വിചാരണ നടത്തിയതും അറസ്റ്റ് ചെയ്തതും പിന്നീട് ജയിലിലാക്കിയതും ഇപ്പോൾ വലിയ പ്രതിഷേധത്തിന് കാരണമാക്കിയിരിക്കുകയാണ്. മതമേലധ്യക്ഷന്മാര്, രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കള് പാർലമെന്റിനകത്തും പുറത്തും ഒക്കെ ആയിട്ട് ഇതിനെതിരായിട്ട് വലിയ പ്രതിഷേധ ശബ്ദങ്ങൾ ഉയരുന്നുണ്ട്. ഇവരെ ആദ്യം അറസ്റ്റ് ചെയ്തപ്പോൾ മനുഷ്യക്കടത്തെന്ന് പറയുന്ന ഒരു കുറ്റമാണ് അവരുടെ മേൽ ചാർജ് ചെയ്തിരുന്നത്. പക്ഷേ 1.25 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അവരുടെ പേരിൽ നിർബന്ധിതമായ ബലം പ്രയോഗിച്ചുള്ള മതപരിവർത്തനം കൂടി ചാർജ് ചെയ്തു. അതോടെ അവർക്ക് ജയിലിൽ നിന്ന് തൽക്കാലം മോചനം അസാധ്യമാണെന്ന സ്ഥിതി വന്നു. അവിടുത്തെ മുഖ്യമന്ത്രി വിഷ്ണു സായിദേവ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഈ കന്യാസ്ത്രീകള് ഈ രീതിയിലുള്ള 2 കുറ്റകൃത്യങ്ങൾ ചെയ്തതായിട്ട് സ്ഥാപിച്ച് അല്ലെങ്കിൽ സ്ഥിരീകരിച്ച് പറയുകയും ചെയ്തു. ഇതിപ്പോ 5ാം ദിവസമാണ് അവര് ജയിലിൽ കഴിയുകയാണ്. മതനിരപേക്ഷതയ്ക്ക് കടുത്ത ഭീഷണി. ഛത്തീസ്ഗഡിൽ നടന്നത് കന്യാസ്ത്രീകളുടെ അറസ്റ്റ് അല്ല, അവരെയല്ല ബന്ദിയാക്കിയത്, മറിച്ച് മതനിരപേക്ഷ ഭരണഘടനയാണ്. അതുപോലെ ഛത്തീസ്ഗഡിൽ നാം കണ്ടത് ന്യൂനപക്ഷ പീഡനമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മലയാളത്തിലെ പ്രമുഖ മാധ്യമങ്ങള്, ദിനപത്രങ്ങള് മുഖപ്രസംഗങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഭരണഘടനയെ മുൻനിർത്തി ആലോചിച്ചാല് ഈ പറയുന്നതൊക്കെ ശരിയാണ്. അവിടെ ഭരണഘടനയുടെ ലംഘനം നടന്നു, അല്ലെങ്കിൽ മതനിരപേക്ഷമായ ഒരു സമീപനമല്ല സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്, അതൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ BJP സർക്കാർ, ബജ്രംഗ് ദൾ, സംഘപരിവാരം അവരുടെ ആംഗിളിലൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. അങ്ങനെ നോക്കുമ്പോൾ അവർ അത്ര വലിയ തെറ്റാണോ ചെയ്തത് എന്നുള്ളൊരു സംശയം നമുക്ക് ഉണ്ടാവും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? BJPയുടെ ലക്ഷ്യം എന്താ? അല്ലെങ്കിൽ സംഘപരിവാരം അവർ ലക്ഷ്യമിടുന്നത് എന്താണ്? ഒരു പൂർണ്ണ ഹിന്ദു രാജ്യം, ഹിന്ദു രാഷ്ട്രം ഇന്ത്യയിൽ സ്ഥാപിക്കുക എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചോളം മറ്റ് മതസ്ഥര്, ക്രിസ്ത്യാനികള്, മുസൽമാന്മാര് അവരൊക്കെ 2ാം കിട പൗരന്മാരാണ്. ഭൂരിപക്ഷത്തിന്റെ ഇംഗിതം അനുസരിച്ച് അവര് പറയുന്നതനുസരിച്ച് ജീവിക്കേണ്ട ആളുകളാണ്. അങ്ങനെയാണ് അവര് ഒരു ഹിന്ദു രാഷ്ട്രം ഇന്ത്യയിൽ സ്ഥാപിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായിട്ടും BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വന്നാൽ അവരവരുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ശ്രമിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാല് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു രാജ്യത്ത് അധികാരത്തിൽ വരുന്നു എന്ന് വയ്ക്കുക, അവരെന്താ ചെയ്യുക? കമ്മ്യൂണിസം അല്ലെങ്കിൽ സോഷ്യലിസം ആ രാജ്യത്ത് കൊണ്ടുവരാനായിരിക്കും ശ്രമിക്കുക. അത് തന്നെയാണ് BJPയും സംഘപരിവാറും അവരുടെ സർക്കാരും ഒക്കെ ഛത്തീസ്ഗഡിൽ ചെയ്തതെന്ന് നമുക്ക് പറയാം. RSSന്റെ ആചാര്യന്മാര് തന്നെ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് 3 ശത്രുക്കളാണെന്നാണ്. ഒന്ന് കമ്മ്യൂണിസ്റ്റുകൾ, രണ്ടാമത് മുസൽമാന്മാര്, മൂന്നാമത് ക്രിസ്ത്യാനികള്. അപ്പൊ ഈ ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കണമെങ്കിൽ ഇവരെ ഒതുക്കണം, അവരെ നിർവീര്യമാക്കണം, അവരെ 2ാം കിട പൗരന്മാരുടെ തലത്തിലേക്ക് ഇടിച്ചു താഴ്ത്തണം, എങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് BJP അധികാരത്തിൽ വരുന്ന സംസ്ഥാനങ്ങളില് ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കും മറ്റു ന്യൂനപക്ഷ സമുദായങ്ങൾക്കും എതിരായിട്ടുള്ള അതിക്രമങ്ങൾ ഉണ്ടാവും. അവരുടെ സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കാം, ആൾക്കൂട്ട അതിക്രമങ്ങൾ ഇവരുടെ നേർക്ക് സംഭവിക്കാം. ഇതൊക്കെ വളരെ സ്വാഭാവികമാണ്. ക്രൈസ്തവർക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ ഇന്ത്യയിൽ കൂടുന്നു എന്നാണ് ഔദ്യോഗികമായ സ്ഥിതിവിവര കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നത്. ഈ വർഷം, അതായത് 2025 ജൂൺ വരെ ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് 378 അതിക്രമ സംഭവങ്ങൾ ഉണ്ടായി എന്നാണ് കണക്ക്. അത് ജൂൺ വരെയുള്ള കണക്കാ. കഴിഞ്ഞ വർഷം അത് 834 സംഭവങ്ങളായിരുന്നു. 2023 734. അതിൽ തന്നെ ഛത്തീസ്ഗഡ് സംസ്ഥാനമാണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. അവിടെ ഈ വർഷം 82 അതിക്രമ സംഭവങ്ങൾ ഉണ്ടായി. തൊട്ടുതാഴെ നിൽക്കുന്ന UPയിൽ 73. ഏതൊക്കെ തരത്തിലുള്ള അക്രമ സംഭവങ്ങളാണ് നടക്കുന്നത്? ശാരീരികമായിട്ടുള്ള ആക്രമണങ്ങൾ അത് 11, ഭീഷണി അധിക്ഷേപം 62, വസ്തുവകകൾ നശിപ്പിക്കുക, സ്കൂളുകള്, ഹോസ്പിറ്റലുകള്, മറ്റ് സ്ഥാപനങ്ങള് അതൊക്കെ നശിപ്പിക്കുന്ന 9 സംഭവങ്ങള്, മതചടങ്ങുകൾ തടസ്സപ്പെടുത്തുന്നു, അത്തരത്തിലുള്ള 49 സംഭവങ്ങൾ ഇതിന് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവുന്നത് ജനക്കൂട്ട ആക്രമണമാണ്. ചില സംഘടനകള് ഒത്തുചേർന്ന് സംഘടിച്ച് ഈ ക്രൈസ്തവ വിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ നടത്തുന്നു. ഇതാണ് ഇന്ത്യയിലെ സ്ഥിതിവിവര കണക്ക്. അതിന്റെ അർത്ഥം എന്താണ്? BJP രണ്ടും കൽപ്പിച്ചു തന്നെയാണ്. സംഘപരിവാർ തീരുമാനമെടുത്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അവർക്ക് അവരുടെ ലക്ഷ്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്കുകൾ മണിപ്പൂർ ഒഴിവാക്കിയുള്ളതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് മറ്റൊന്നാണ്. മണിപ്പൂരിൽ എന്താണ് കഴിഞ്ഞ കുറെ കാലമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു തരത്തിലുള്ള എത്നിക് ക്ലെൻസിംഗ് ആണ് അവിടെ നടക്കുന്നത്. വംശീയ ശുദ്ധീകരണം. അവിടുത്തെ ഒരു വിഭാഗത്തെ ഉന്മൂലനം ചെയ്യുക, അടിയോടെ വെട്ടി നിരത്തുക, അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്രയെത്ര ക്രൈസ്തവ ദേവാലയങ്ങള് അഗ്നിക്കിരയായി, എത്രയെത്ര ആളുകൾ മരിച്ചു, എത്ര പേർക്ക് വീടുകൾ നഷ്ടപ്പെട്ടു, എത്രയോ ആയിരങ്ങള് സ്വന്തം സ്ഥലം വിട്ട് പലായനം ചെയ്യേണ്ടി വന്നു.
എന്നിട്ട് ഒരു തവണയെങ്കിലും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ ഒന്ന് പോകാൻ തയ്യാറായോ? അദ്ദേഹം ഉലകവും ചുറ്റും പാതിവനായിട്ട് ലോകമെങ്ങും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. വർഷത്തിൽ പകുതി സമയം അദ്ദേഹം വിദേശ സന്ദർശനത്തിലാണെന്നാണ് തോന്നുന്നത്. ഒരു കൃത്യമായ കണക്കല്ല. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ ഖജനാവിൽ നിന്ന്, നമ്മളത്ര സമ്പന്നമായ ഒരു രാജ്യമൊന്നുമല്ല, അതിൽ നിന്ന് ഈ കോടിക്കണക്കിന് രൂപ എടുത്തിട്ടാണ് അദ്ദേഹം ഈ ലോക പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് സ്വന്തം വിമാനത്തിൽ, പ്രത്യേക വിമാനത്തിൽ മണിപ്പൂർ വരെ ചെല്ലാൻ ഒരു സമയം കിട്ടിയില്ല. അവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ സാധിച്ചില്ല. അതാണ് ഇന്ത്യയിലെ ഇപ്പോഴത്തെ അവസ്ഥ. ഇവിടെ വാസ്തവത്തിൽ വിമർശന വിധേയമാക്കേണ്ടത് ഇന്ത്യയിലെ സഭാ നേതൃത്വത്തിന്റെ നിലപാടിനെയാണ്. BJPക്ക് ലക്ഷ്യങ്ങളുണ്ട്, അജണ്ടയുണ്ട്. അവരെ ക്രൈസ്തവരെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കും. അവർക്ക് തെരഞ്ഞെടുപ്പിൽ വോട്ട് വേണം. അപ്പൊ അവർ ഇരട്ടത്താപ്പ് കാണിക്കാൻ ഒരിക്കലും മറക്കില്ല. പക്ഷെ ക്രൈസ്തവ സഭാ നേതൃത്വം എടുക്കേണ്ട നിലപാട് അവർ സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത് വളരെ സംശയാസ്പദമായ കാര്യം തന്നെയാണ്. അവരുടെ ചാഞ്ചാട്ട മനസ്ഥിതി, BJPയോടുള്ള നയത്തിലുള്ള ഈ ചാഞ്ചാട്ട മനസ്ഥിതി, അല്ലെങ്കിൽ ഇടയ്ക്കിടെ അവർ പ്രദർശിപ്പിക്കുന്ന ഈ BJP പ്രണയം, ഇതൊക്കെയാണ് വാസ്തവത്തിൽ പ്രശ്നങ്ങൾ വഷളാക്കുന്നത്. സീറോ മലബാർ സഭയുടെ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി എന്താണ് ഒരിക്കൽ പറഞ്ഞത്? മോദിയുടെ ഭരണത്തിൽ ക്രൈസ്തവർ സുരക്ഷിതരാണെന്ന്. ഇപ്പം പിതാവേ അങ്ങനെ പറയുമോ? നിങ്ങൾ 2 കന്യാസ്ത്രീകൾ ജയിലില് അഴിക്കുള്ളിൽ കിടക്കുക, എന്നിട്ട് പിതാവിന് പറയാൻ പറ്റുമോ മോദിയുടെ ഭരണത്തിൽ ഇന്ത്യയിലെ ക്രൈസ്തവര് സുരക്ഷിതരാണെന്ന്? നമ്മുടെ മറ്റൊരു ബിഷപ്പ്, ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി, അദ്ദേഹം പറഞ്ഞ എന്താ? റബ്ബറിന് 300 രൂപ കിട്ടുകയാണെങ്കിൽ അത് മോഡി സർക്കാർ എന്ന് ഉറപ്പ് തന്നാൽ ഒരു BJP MPയെ അങ്ങ് തന്നേക്കാമെന്ന്. അപ്പൊ പിതാവ് എല്ലാം ഈ റബ്ബറിന്റെ വിലയുടെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. ക്രൈസ്തവരുടെ നയങ്ങളൊക്കെ അങ്ങനെയാണ് രൂപീകരിക്കുന്നത്. ഇനി മോഡി ഗവൺമെന്റ് റബ്ബറിന് 300 രൂപ ഉറപ്പ് വരുത്തിയെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ ഈ ഉത്തരേന്ത്യയിൽ പ്രവർത്തിക്കുന്ന വൈദികരെയും കന്യാസ്ത്രീകളെയും മിഷണറിമാരെയും ഒക്കെ കൈവിടുമോ? നിങ്ങൾക്ക് 300 രൂപ കിട്ടിയാൽ മതിയോ? എന്നാലോചിച്ചു നോക്കി. ഉത്തരേന്ത്യയിലെ ക്രൈസ്തവ മിഷണറിമാർ, വൈദികരും കന്യാസ്ത്രീകളും ഒക്കെ വലിയ തോതിൽ മതപരിവർത്തനം നടത്തുന്നു എന്നാണ് അവിടുത്തെ BJP സർക്കാരുകൾ ആരോപിക്കുന്നത്. എന്തും മതപരിവർത്തനം എന്നാണ് ഇവർ പറയുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇന്ത്യയിലെ ക്രൈസ്തവരുടെ എണ്ണം കുറച്ചു വരികയാണ്. സെൻസസ് അനുസരിച്ച് തന്നെ ഇപ്പൊ തന്നെ എത്ര ശതമാനം ക്രൈസ്തവരാണുള്ളത്? 2.3% ക്രൈസ്തവരാണ് ഈ ഇന്ത്യയിലുള്ളത്. ആലോചിച്ച് നോക്കണം. ഇവിടെ 200 വർഷം ബ്രിട്ടീഷ് ഗവൺമെന്റ് ഭരിച്ചതാ. ഒരു ക്രിസ്ത്യൻ രാജ്യമാണ് ബ്രിട്ടൻ. എന്നിട്ട് പോലും ഇവിടെ 2.3% ക്രൈസ്തവരാണുള്ളത്. അവിടെ രാജ്യത്ത് നിന്ന് ധാരാളം മിഷണറി സംഘങ്ങൾ ഇവിടെ വന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നിട്ടും ക്രിസ്ത്യാനികളായത് 2.3% പേരാ. ഇപ്പൊ BJP ഭരിക്കുമ്പോൾ ഇവിടെ നിർബന്ധിതമായ മതപരിവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കുക? വാസ്തവത്തിൽ മിഷണറിമാര്, വൈദികര്, കന്യാസ്ത്രീകൾ അവരെന്താ ചെയ്യുന്നത്? അവർ സ്കൂളുകൾ നടത്തുന്നു, ആശുപത്രികൾ നടത്തുന്നു, മറ്റ് സേവന മേഖലയിൽ പ്രവർത്തിക്കുന്നു, അതിനുള്ള സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു നടത്തുന്നു. ഇതല്ലാതെ അവര് എന്താണ് ചെയ്യുന്നത്? സത്യം പറഞ്ഞാൽ 4 വോട്ടിന് വേണ്ടിയുള്ള ഇരട്ടത്താപ്പായിരുന്നു BJP ക്രൈസ്തവരോട് കാണിച്ചത്. ആവശ്യം വരുമ്പോൾ കെട്ടിപ്പിടിക്കും. അതൊരു ധൃതരാഷ്ട്രാലിംഗനമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഇവിടുത്തെ ക്രൈസ്തവ നേതൃത്വത്തിന് സാധിച്ചില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി CBCIയുടെ ഓഫീസ് സന്ദർശിക്കുന്നു, കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ അതിന്റെ ആസ്ഥാന മന്ദിരം സന്ദർശിക്കുന്നു, അല്ലെങ്കിൽ ഡൽഹിയിലെ ഗോഡക്കാന പള്ളിയിൽ ഈസ്റ്റർ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനായിട്ട് എത്തുന്നു. അവർക്ക് ഇതൊക്കെ മതി. ഇത് കണ്ടപ്പോഴത്തേക്ക് കണ്ണങ്ങ് മഞ്ഞളിച്ചു പോവുകയാണ്. പ്രതികരിക്കേണ്ട സന്ദർഭങ്ങളിൽ അതിന് തയ്യാറായില്ല. ഈ ഇരട്ടത്താപ്പുകാരാണ് വന്ന് ഈ ബിഷപ്പന്മാരെ കെട്ടിപ്പിടിക്കുന്നത്, ആലിംഗനം നടത്തുന്നത്. അവർക്ക് കേക്ക് കൊണ്ട് കൊടുക്കുക. ഈസ്റ്ററിന് BJP നേതാക്കള് ഓരോ കേക്ക് വേണ്ടിയല്ലോ 500-600 രൂപയുടെ ഒരു കേക്ക്, അതിനൊരു കഷ്ണം കിട്ടിക്കഴിഞ്ഞാൽ ഈ വൈദിക മേലധ്യക്ഷന്മാര് തൃപ്തരാകും. അതിന്റെ ഫലമാണ് ഇപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമ്മൾ തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. മുനമ്പത്ത് സമരം നടക്കുമ്പോൾ എന്തായിരുന്നു BJPക്കാരുടെ റോള്? വഖഫ് ഭേദഗതി ബില്ല് വരുമ്പോൾ ഈ വിവാദ ഭൂമിയിലെ മുഴുവൻ അവകാശവും, അത് സംബന്ധിച്ച പൂർണ്ണമായ അവകാശങ്ങൾ അവിടുത്തെ താമസക്കാർക്ക് കിട്ടുമെന്നാണ് BJP പറഞ്ഞത്. താമസക്കാർ ഭൂരിപക്ഷം ക്രിസ്ത്യാനികളാ. ക്രിസ്ത്യൻ വോട്ടുകളിലേക്കൊന്ന് നുഴഞ്ഞു കയറാനുള്ള BJPയുടെ ശ്രമമാണ് അവിടെ നടന്നത്. പക്ഷെ അവസാനം എന്ത് സംഭവിച്ചു? എന്ത് കിട്ടി? ഭേദഗതി ബില്ലില് അവർക്ക് സഹായകരമായ ഒരു ക്ലോസും ഉണ്ടായിരുന്നില്ല, ഒരു വകുപ്പും ഉണ്ടായിരുന്നില്ല. ഇവിടെ സമരം നടക്കുന്നുണ്ടോ, ചത്തുപോയെന്ന് പോലും അറിയില്ല. ഡൽഹി ആർച്ച് ബിഷപ്പ് അനിൽ കൂട്ടോ, അതായത് ഈ CBCIയുടെ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ സെക്രട്ടറി ജനറലാണ്. അദ്ദേഹം ഈ സംഭവത്തെ കുറിച്ച് പറയുന്നത് കേരളത്തിൽ നിന്നുള്ള 2 സഹമന്ത്രിമാര് അവരുടെ മോചനത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നാണ്. അവരൊന്ന് വിളിച്ചുപോലുമില്ലെന്നാണ് CBCIയുടെ മറ്റൊരു വക്താവ് അറിയിച്ചത്. എന്റെ പൊന്നു പിതാവേ, അവരാരും വിളിക്കത്തില്ല, ഇടപെടത്തില്ല.
എന്തിനാണ്? ജോർജ് കുര്യൻ എന്ന് പറയുന്ന ഒരു സഹമന്ത്രി ഉണ്ടല്ലോ, അദ്ദേഹം ഒരു കാരണവശാലും വിളിക്കില്ല. അപ്രതീക്ഷിതമായി വീണ് കിട്ടിയ സൗഭാഗ്യമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ മന്ത്രിസ്ഥാനം. അത് ഈ ക്രൈസ്തവ സഭയുടെ ലേബലിൽ സംവരണം പോലെ ലഭിച്ചതാണ്. പിതാവേ, കുഞ്ഞുനാളില് തലയിൽ വീണ മാമോദിസ വെള്ളത്തേക്കാൾ വിലപ്പെട്ടതാണ് ഈ മന്ത്രി കുപ്പായം, മന്ത്രി വസതി, മന്ത്രി കാറ്, മന്ത്രി പദവി, പുറത്തിറങ്ങിയാൽ പടപടാന്ന് കിട്ടുന്ന സല്യൂട്ടുകള്, അതിനേക്കാളൊക്കെ ഉപരി പാർട്ടിക്കൂറ്. അത് മനസ്സിലാക്കണം. ആരും സഹായിക്കാൻ വരുമെന്ന് വിചാരിക്കണ്ട. അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? അയ്യോ, കോടതിയിൽ ഇരിക്കുന്ന വിഷയമാണ്, അതിനെക്കുറിച്ച് ഞാനിപ്പോ ഒന്നും പറയത്തില്ലെന്ന്, സബ്ജുഡീസ് ആകുമെന്ന്. ജോർജ് കുര്യൻ സാറിന് ഈ വിഷയം സബ്ജുഡീസാ. സ്വന്തം വിഭാഗത്തിൽപ്പെട്ട 2 കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ ജയിലരികൾക്കുള്ളിൽ കിടക്കുമ്പോ കുര്യൻ സാറിന് സബ്ജുഡീസാ. രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കള് പാർലമെന്റ് അകത്തും പുറത്തും സഭാമേലധ്യക്ഷന്മാര് പരസ്യമായിട്ട് ഇതിന്റെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അവർക്കാർക്കും ഈ സബ്ജുഡീസ് എന്ന് പറയുന്ന സംഭവം ബാധകമല്ല. നമ്മുടെ ജോർജ് കുര്യൻ സാറിന് അങ്ങനെ കോടതിയിൽ ഇരിക്കുന്ന കാര്യത്തെക്കുറിച്ച് അദ്ദേഹം മിണ്ടത്തില്ല, എന്താണെങ്കിലും മിണ്ടത്തില്ല. കൂട്ടോപിതാവ് ഒരു കാര്യം കൂടെ പറഞ്ഞു, നീതി ലഭിക്കുന്നത് വൈകുകയാണെങ്കിൽ ശക്തമായ പ്രക്ഷോഭമായിട്ട് തെരുവിലോട്ട് ഇറങ്ങുമെന്ന്. എന്റെ പിതാവേ, ഡൽഹിയിൽ എല്ലാ വർഷവും നടക്കുന്നതാണല്ലോ ഈ കുരിശിന്റെ വഴി എന്ന് പറയുന്നത്. ഡൽഹിയിലെ പ്രധാന തെരുവുകളിൽ എത്രയോ വർഷങ്ങളായിട്ട് നടക്കുന്നതാ. ഇത്തവണ അതിന് അനുമതി കിട്ടിയോ? ഗോർഡാക്കാന പള്ളിയിൽ നിന്നാണല്ലോ തുടങ്ങുന്നത്. കുരിശിന്റെ വഴിക്ക് അനുമതി കിട്ടിയില്ലല്ലോ, നിഷേധിച്ചല്ലോ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ തെരുവിലോട്ട് ഇറങ്ങിയോ? പള്ളിയുടെ മുറ്റത്ത് കുരിശിന്റെ വഴി നടത്തിയിട്ട് അങ്ങ് സംതൃപ്തിപ്പെട്ടു. സർക്കാരിന്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ പഞ്ചപുച്ഛം അടക്കി നിന്നു. നിങ്ങളാണോ കന്യാസ്ത്രീകളുടെ മോചനത്തിന് വേണ്ടി തെരുവിലിറങ്ങി പ്രക്ഷോഭം നടത്താൻ പോകുന്നത്? കാസ എന്ന് പറയുന്നൊരു സ്ഥാപനം ഉണ്ടായിരുന്നല്ലോ ക്രൈസ്തവർക്ക് വേണ്ടി വാദിക്കാൻ, BJP-ക്കാരോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ. അതിപ്പോ ഉണ്ടോ പിതാക്കന്മാരെ? കാസ ഉണ്ടോ? ലവ് ജിഹാദ് ആയിരുന്നല്ലോ അവരുടെ വലിയ ഇഷ്ടവിഷയം. ലവ് ജിഹാദ് തീർന്നു പോയോ? ഒരു കാര്യം ഓർക്കുന്നത് നന്നായിരിക്കും, സംഘടിതമായ ആക്രമണം നേരിടുന്നവര് ഒന്നിച്ചു നിന്ന് ചെറുത്താൽ ആ പ്രതിരോധത്തിന് കൂടുതൽ ശക്തി ഉണ്ടാവും. അത് മറക്കരുത്. BJP-യുടെ സംസ്ഥാന നേതാവ് കഴിഞ്ഞ ദിവസം ടെലിവിഷൻ ചാനലിൽ പറയുന്നത് കേട്ടു. അവരുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ 3 ദിവസമായിട്ട് ഉറങ്ങാതെ ഈ കന്യാസ്ത്രീകളുടെ മോചനത്തിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. എന്തിനാ ഈ ഉറങ്ങാതിരുന്ന് പരിശ്രമിക്കുന്നത്? 2 ടെലിഫോൺ കോൾ മതിയല്ലോ. ഒന്ന്, രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് അമിത്ഷായെ വിളിക്കുന്നു, കാര്യം പറയുന്നു. അമിത്ഷാ ഉടനെ ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി വിഷ്ണു ദേവസായെ വിളിക്കുന്നു. പ്രശ്നം തീർന്നല്ലോ. കന്യാസ്ത്രീകളെ മോചിപ്പിക്കാൻ മറ്റെന്താണ് ചെയ്യേണ്ടത്? വെറുതെ ഇങ്ങനെ 3 ദിവസമൊന്നും ഉറങ്ങാതെ ഒന്നും ഇരിക്കരുത്, ആരോഗ്യം നശിപ്പിക്കരുത്. കാരണം നമുക്ക് വികസിത കേരളം ഉടനെ ഉണ്ടാക്കേണ്ടതാ. അതിന് നേതൃത്വം കൊടുക്കേണ്ടത് നമ്മുടെ രാജീവ് ചന്ദ്രശേഖറാ. അതുകൊണ്ട് വളരെ വിനയപൂർവ്വം പറയുന്നത്, ഉറങ്ങാതിരുന്ന് ഉള്ള ആരോഗ്യം കളയരുത്. അഖിലേന്ത്യാ ക്രിസ്ത്യാനികൾക്ക് സന്തോഷകരമായ ഒരു വാർത്തയുണ്ട് കേട്ടോ. രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതിയായി കേരളത്തിൽ നിന്നൊരു BJP ജനറൽ സെക്രട്ടറി ഛത്തീസ്ഗഡിലേക്ക് പോയി. അദ്ദേഹം അവിടെ ചെന്ന് അവിടുത്തെ ഉപമുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ വിജയ് ശർമ്മയെ കണ്ടു. അപ്പൊ എന്താ സംഭവിച്ചത്? അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറയുന്നത് കേട്ടതാ. രാജീവ് ചന്ദ്രശേഖർ എപ്പോഴും പറയുമത്രേ, നമ്മൾ കൂടെയുണ്ട്. അതുപോലെ തന്നെ വിജയ് ശർമ്മയും പറഞ്ഞു, നമ്മൾ കൂടെയുണ്ട്. പ്രശ്നം തീർന്നു. നമ്മൾ കൂടെയുണ്ടെന്ന് വിജയ് ശർമ്മ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം ശരിയാവും. അദ്ദേഹം പോകുന്നതിന് മുമ്പ് പറഞ്ഞത്, ഈ കന്യാസ്ത്രീകൾക്ക് നിയമപരമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുമെന്ന്, അതിന് സഹായിക്കുമെന്ന്. അതിന് ഇയാളുടെ ആവശ്യം എന്തുവാ? അവിടെ ഈ CBCയുടെ ആൾക്കാരുണ്ടല്ലോ, ജാമ്യത്തിന്റെ കാര്യവും നിയമപരമായ മറ്റു വിഷയങ്ങളൊക്കെ അവർ നോക്കിക്കോളും. ഇയാൾ അതിനകത്ത് ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം ഈ വിജയ് ശർമ്മയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തിരികെ പോരുന്നുവെന്നാണ് മാധ്യമങ്ങളോട് പറയുന്നത് കേട്ടത്. സത്യം പറഞ്ഞാൽ 2-3 ദിവസം കൂടെ നിൽക്കാമായിരുന്നു. അവിടെ നിന്നിട്ട് ഈ കന്യാസ്ത്രീകളെ മോചിപ്പിച്ച് അവരെയും കൊണ്ട് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്ന് ഇറങ്ങുന്നതായിരുന്നു ഒരു ഹീറോയിസം. നമ്മുടെ സുരേഷ് ഗോപി തന്നെ അത് ചെയ്തേനെ, ഒരു ഭരത് ചന്ദ്രൻ സ്റ്റൈലില് അത് ചെയ്തേനെ. ഏതായാലും ഈ കന്യാസ്ത്രീകൾ മോചിതരാവട്ടെ. അതിന് BJP ജനറൽ സെക്രട്ടറിയുടെ ശ്രമങ്ങളും പ്രയോജനപ്പെടട്ടെ. പക്ഷെ അത് മുനമ്പത്തെ ആൾക്കാർക്ക് അവരുടെ ഭൂമിമേൽ സമ്പൂർണമായ അവകാശം സിദ്ധിക്കുന്ന തരത്തിലുള്ള രേഖകൾ ലഭിച്ചതുപോലെ ആകരുത്. അത്രയേ ഉള്ളൂ.